2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് യുകെയിലെ ആൾട്ടണിൽ പ്രൗഢഗംഭീരമായ തുടക്കം. തക്ബീർ ധ്വനികൾ മുഴങ്ങിയ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹ്മദ് സാഹിബ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ സംഗമത്തിന് തുടക്കം കുറിച്ചു. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ പാഠങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കണമെന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ നീതിപൂർവം വിനിയോഗിക്കുക. ദൈവഭയമുള്ളവർ വിദ്വേഷത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് വിനീതരായി നിലകൊള്ളുന്നവരായിരിക്കും. ചെറിയ തിന്മകൾ വലിയ തിന്മകളിലേക്ക് നയിക്കുന്നു. ആത്മാവിനെ ശുദ്ധീകരിക്കുക. ഇസ്ലാമിനെ സേവിക്കാൻ ആഗ്രഹിച്ചാൽ ആദ്യം സ്വയം ദൈവഭയമുള്ളവരായി മാറുക. ദൈവം സ്വീകരിക്കുന്നത് മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ദൈവവിശ്വാസികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരും യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത് ദുഃഖകരമാണ്. പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷ തേടുക. നിരപരാധികളെ ആക്രമിക്കുന്നവർ ദൈവകോപം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നതെന്നും ഖലീഫ പറഞ്ഞു. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. यार से तकवा अता है ना ये हमसे खुदा नहीं चाहता. नेकी के बजाय बुराई की तरफ ज़्यादा रुझान है. अपने पैदा करने वाले खुदा की तरफ झुकने के बजाय शैतानी हरबों की तरफ झुकने का ज़्यादा रुझान है. ज़ाहिरी चमक की तरफ ज़्यादा. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിന് എത്തിയിട്ടുണ്ട്. സമാപന ദിനമായ ഞായറാഴ്ച നടക്കുന്ന അനുസ്മരണ പ്രതിജ്ഞയിൽ 210 രാജ്യങ്ങളിൽ നിന്നുള്ള അഹ്മദിയ അംഗങ്ങൾ പങ്കാളികളാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.